Hi dear students. Today we are going to discussing the remaining part of division. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിവിഷൻ്റെ ബാക്കി ഭാഗമാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ റിമൈൻഡർ വരെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പഠിച്ചത്. റിമൈൻഡറിനെയും ഈസിയായി നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഐ ആം ഷംന ഫ്രം സിമ്പിൾ മാത്ത്. ഇതിലെ ഓരോ എക്സാമ്പിൾസും ഡിവിഷനിലെ ഓരോ റൂൾസുകളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ എക്സാമ്പിൾസും നിങ്ങൾ നിർബന്ധമായും വർക്കൗട്ട് ചെയ്യണം. ഫസ്റ്റ് എക്സാമ്പിൾ 84 ഡിവൈഡഡ് ബൈ 8. 84നെ 8 കൊണ്ട് ഹരിക്കണം. റിമൈൻഡർ വരെ ഹരിക്കാൻ നിങ്ങൾ പഠിച്ചു. ഫസ്റ്റ് 8ൽ എത്ര ടൈംസ് 8 ഉണ്ട് നോക്കി. 1 ടൈംസ് ആണ് വരുന്നത്. ആ 8ന് താഴെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു. 8ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്തു, 0. നെക്സ്റ്റ് ഡിജിറ്റ് നോക്കി 4. 4എടുത്തു. 4ൽ എത്ര ടൈംസ് 8 ഉണ്ട് നോക്കി. നമുക്കറിയാം 4 എന്ന് പറയുന്നത് 8നേക്കാൾ ചെറുതാണ്. അപ്പോൾ 0 ടൈംസ് ആണ് വരുന്നത്. ആ 0 ആൻസറിൽ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ 84നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് ആൻസർ 10 ഒന്നും കിട്ടി, റിമൈൻഡർ 4 എന്ന് കിട്ടി. അതായത് 84ൽ 10 ടൈംസ് 8കളുണ്ട്, അതുപോലെ ഒരു 4 ബാക്കി നിൽക്കുന്നു. ഇനി റിമൈൻഡറിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഈ 4 എന്ന് പറയുന്നത് 8നേക്കാൾ ചെറുതായതുകൊണ്ടാണ് നമുക്ക് ഹരിക്കാൻ സാധിക്കാഞ്ഞത്. അപ്പോൾ ഈ 4നെ ഇനി വലുതാക്കണം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? 4നൊരു 0 കൊടുത്തു. അപ്പോൾ ഈ 4 ആരായി മാറി? 40 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ഞാനൊരു 0 കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസറിൽ ഒരു പോയിൻ്റ് കൊടുക്കണം, ദശാംശം. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് 40ൽ എത്ര ടൈംസ് 8 ഉണ്ട് നോക്കാം. എത്ര ടൈംസാണ് വരുന്നത്? 5 ടൈംസ്. 5 ടൈംസ് 8 ഈക്വൽസ് 40. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്യുക. 40 മൈനസ് 40 0. അപ്പോൾ 84നെ 8 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഡിവൈഡ് ചെയ്യുന്നതിന് ഇതുപോലെ നമുക്ക് എഴുതാം. 84/8 എന്ന് എഴുതാം കേട്ടോ. ഇതിൽ ഈ 84 എന്ന് പറയുന്നത് ന്യൂമറേറ്റർ അഥവാ അംശം, 8 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ അഥവാ ഛേദം. 84നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 10.5 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ റിമൈൻഡർ 0 ആണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. നെക്സ്റ്റ് എക്സാമ്പിൾ 5 ഡിവൈഡഡ് ബൈ 9. 5നെ 9 കൊണ്ട് ഹരിക്കണം. ഇവിടെ 5 എന്ന് പറയുന്നത് 9നേക്കാൾ ചെറുതാണ്. എന്നാലും ഈ ഫസ്റ്റ് തന്ന നമ്പർ, ന്യൂമറേറ്ററിൽ വരുന്ന നമ്പർ, അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബോക്സിൽ എഴുതണം. 5ൽ എത്ര ടൈംസാണ് 9 വരുന്നത്? 5ൽ 9s ഇല്ല, കാരണം 5 9നേക്കാളും ചെറുതാണ്. അപ്പോൾ ഇല്ല എന്നുള്ളത് നമ്മൾ ആൻസറിൽ പറയണം. ആൻസറിൽ 0 കൊടുത്തു. അപ്പോൾ ഇവിടെ 5 എന്ന് പറയുന്നത് റിമൈൻഡറായിട്ട് മാറി. ഈ റിമൈൻഡറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ 5 എന്ന് പറയുന്നത് 9നേക്കാളും ചെറുതായതുകൊണ്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ 5നെ എന്താക്കണം? 9നേക്കാളും വലുതാക്കണം. അതിനെന്ത് ചെയ്താൽ മതി? 5നൊരു 0 കൊടുക്കുക. അപ്പോൾ 5 50 ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആൻസറിലൊരു പോയിൻ്റ് കൊടുക്കണം. 5നൊരു 0 കൊടുക്കുമ്പോൾ ആൻസറിൽ പോയിൻ്റ് കൊടുക്കുക. ഇനി 50ൽ എത്ര ടൈംസാണ് 9 വരുന്നത് നോക്കുക. അപ്പോൾ മാക്സിമം 5 ടൈംസാണ് 9 വരുന്നത്. 5 × 9 45. 50ൻ്റെ താഴെ 45 എഴുതി. 50ൽ നിന്നും 45 മൈനസ് ചെയ്യാം. നമുക്ക് 5 എന്ന് റിമൈൻഡർ കിട്ടി. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് ഈ 5നെ ഡിവൈഡ് ചെയ്യാം.
അതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി, 5-ലൊരു 0 കൊടുക്കുക. അപ്പോൾ 5 എന്തായി 50 ആയിട്ട് മാറുന്നു. വീണ്ടും നിങ്ങൾക്ക് ഈ 50-ൽ മാക്സിമം എത്ര 9s ആണെന്ന് ചെക്ക് ചെയ്യാം. 5 ടൈംസ് ആണ് 9 വരുന്നത്. അപ്പോൾ 5 × 9 45. ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വീണ്ടും 5 എന്നാണ് വരുന്നത്. വീണ്ടും ഈ 5-നെ 50 ആക്കാൻ ഒരു 0 കൊടുത്തു. ഇത് 5 ടൈംസ് 9 = 50. അതിന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വീണ്ടും 5 എന്നാണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ 0 കൊടുത്ത് ചെയ്യുമ്പോഴൊക്കെ ഇത് 50 ആവും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 45, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വീണ്ടും ഒരു 5 വരും അല്ലേ. അപ്പോൾ ഇതെങ്ങനെ എന്ത് ചെയ്യും, തുടർന്ന് കൊണ്ടേയിരിക്കും, ഇത് അവസാനിക്കുന്നില്ല. 3 പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോഴും നമുക്കൊരു 5 വന്നു, വീണ്ടും 0 കൊടുത്തു, പിന്നെ 45 ആയി, വീണ്ടും 5 വരുന്നു, അങ്ങനെ തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോയിൻ്റ് കഴിഞ്ഞിട്ടൊരു 2-3 ഡിജിറ്റുകൾ വരെ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 3 ഡിജിറ്റുകൾ വരെ ചെയ്തു. അങ്ങനെ 3 5കൾ കിട്ടിയത് അല്ലേ. അതുവരെ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ 5-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.555 എന്നുള്ള ആൻസറാണ് കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡോട്ട് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതും കൊടുക്കാം. ഇനി ഇതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിൽ 3ാമത്തെ ഡിജിറ്റ് വരുന്നത് 5 ആണ് അല്ലേ. ഫസ്റ്റ് 0, പിന്നെ ഒരു പോയിൻ്റ്, അത് കഴിഞ്ഞിട്ടൊരു 5, നെക്സ്റ്റ് ഒരു 5, നെക്സ്റ്റ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് 3ാമത്തെ 5. 3ാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ അവിടെ നമുക്ക് 2 ഡിജിറ്റിൽ നിർത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 3ാമത്തെ നമ്പർ 5ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ 5, 6, 7 ഇതിലേതെങ്കിലും ഒരു ഡിജിറ്റാണ് 3ാമതായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്നതെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന നമ്പറിലേക്ക് 1 ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. 3ാമത് ഇവിടെ വന്നത് 5 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ 5-നെ നമുക്ക് അവിടെ നിർത്ത് ഒഴിവാക്കണം. അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന് തൊട്ടടുത്ത് കാണുന്ന 5-ലേക്ക് 1 ആഡ് ചെയ്ത് അതിനെ 6 ആക്കി മാറ്റാം. അപ്പോൾ 5-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.555 എക്സെട്ര ആണ്. അതിന് നമ്മൾ കറക്റ്റായിട്ട് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 0.56 എന്ന് എഴുതി സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത എക്സാമ്പിൾ 201 ഡിവൈഡഡ് ബൈ 20. 201-നെ 20 കൊണ്ട് കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് 2-ൽ 20 ഉണ്ടോ നോക്കിയില്ല, അപ്പോൾ അടുത്ത ഡിജിറ്റ് എടുത്തു 20. 20-ൽ 1 ടൈംസ് ആണ് 20 വരുന്നത്. സബ്ട്രാക്ട് ചെയ്തപ്പോൾ 0. ഇനി നെക്സ്റ്റ് ഡിജിറ്റ് 1 ആണ്. 1 എടുത്തു. 1-ൽ 20 ഉണ്ടോ ഇല്ല, അപ്പോൾ നമ്മൾ ആൻസറിൽ 0 കൊടുത്തു. നെക്സ്റ്റ് റിമൈൻഡറായി വന്നിട്ടുള്ള ഈ 1-ൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിനായി 1-ന് 0 കൊടുത്തു, 10 ആക്കി മാറ്റി. അപ്പോൾ ആൻസറിൽ പോയിൻ്റ് കൊടുത്തു. 10-ൽ എത്ര ടൈംസ് 20 ഉണ്ട്, 0 ടൈംസ് അല്ലേ. കാരണം 10 എന്ന് പറയുന്നത് 20-നേക്കാളും ചെറുതാണ്. അപ്പോൾ 0 എന്നുള്ളത് ആൻസറിൽ കൊടുക്കണം. ഇനി വീണ്ടും ഈ 10 റിമൈൻഡറായിട്ട് വന്നു. അപ്പോൾ വീണ്ടും ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. അതിനെന്ത് ചെയ്യുക, 10-ന് ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 10 100 ആയിട്ട് മാറി. 100-ൽ എത്ര ടൈംസാണ് 20 വരുന്നത്, 5 ടൈംസ് അല്ലേ. 5 × 20 = 100. അപ്പോൾ മാക്സിമം 100-ൽ 5 20s ആണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് 5 × 20 100. 100 - 100 0. അപ്പോൾ 201-നെ 20 കൊണ്ട് കംപ്ലീറ്റ് ആയി നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ആൻസറായി കിട്ടിയത്
10.05. ഇവിടെ റിമൈൻഡർ 0 എന്ന് കിട്ടി. അതാണ് ഈ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത എക്സാമ്പിൾ 2001 ഡിവൈഡഡ് ബൈ 200. 2001 200 കൊണ്ട് ഹരിക്കണം. ഫസ്റ്റ് 200 200 ഒരു പ്രാവശ്യമാണ് വരുന്നത്. അപ്പോൾ ആൻസറിൽ 1 കൊടുത്തു, സബ്ട്രാക്ട് ചെയ്തപ്പോൾ 0. നെക്സ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. 1ൽ 200 ഉണ്ടോ? ഇല്ല. അപ്പോൾ ആൻസറിൽ 0 കൊടുത്തു. ഇപ്പോൾ 1 റിമൈൻഡറായി. ഈ 1നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 1നൊരു 0 കൊടുത്തു, അതിനെ 10 ആക്കി മാറ്റി. അപ്പോൾ ആൻസറിൽ പോയിൻ്റ് കൊടുക്കണം. 10ൽ 200 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇല്ല, കാരണം 10 എന്ന് പറയുന്നത് 200നേക്കാളും ചെറിയ നമ്പറാണ്. അപ്പോൾ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണം? ആൻസറിൽ 0 കൊടുക്കണം. 10ൽ 200 ഇല്ല എന്ന് ആൻസറിനോട് പറയണം. അപ്പോൾ ആൻസറിലൊരു 0 കൊടുത്തു. ഇനി 10ന് വീണ്ടും ഒരു 0 കൊടുത്ത് 100 ആക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് 100ൽ എത്ര ടൈംസ് 200 ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. 100ൽ 200 ഇല്ല, കാരണം 100 എന്ന് പറയുന്നത് 200നേക്കാളും ചെറിയ നമ്പറാണ്. അപ്പോൾ നമ്മൾ ആൻസറിൽ എന്ത് ചെയ്യുക? 0 കൊടുക്കുക. 100ൽ 200 ഇല്ല എന്ന് ആൻസറിനോട് പറയുക. ആൻസറിൽ വീണ്ടും ഒരു 0 കൊടുക്കുക. ഇനി 100നെ വീണ്ടും ഒരു 0 കൊടുത്ത് 1000 ആക്കി മാറ്റി. 1000ൽ എത്ര ടൈംസ് 200 ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. 1000ൽ 5 ടൈംസ് ആണ് 200 വരുന്നത്. 5 × 200 = 1000. 1000ൽ നിന്നും 1000 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. ഓക്കെ, അപ്പോൾ ഓരോ ടൈംസ് നിങ്ങൾ 0 ആഡ് ചെയ്ത് റിമൈൻഡറിനെ വലിയ നമ്പർ ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ആൻസറിൽ 0 കൊടുക്കണം. അതായത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആൻസറിൽ 0 കൊടുക്കണം. ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. അതായത് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ നിങ്ങൾ ഈ രൂപത്തിലാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. കോഷ്യൻ്റ് ഫസ്റ്റ് എഴുതുക, അതിനുശേഷം റിമൈൻഡർ ഡിവൈഡഡ് ബൈ ഡിവൈസർ. കോഷ്യൻ്റ് എന്ന് പറയുന്നത് നമുക്ക് മുകളിൽ കിട്ടുന്ന ആൻസറാണ്. അതിൻ്റെ തൊട്ടടുത്ത് റിമൈൻഡർ എഴുതുക, അതിൻ്റെ താഴെ ഡിവൈസർ. ഏത് നമ്പറായിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ. മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ടാണ് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please subscribe and support me.